ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ഫിഷ് കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനു മുന്നായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിനടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇനി നമുക്ക് ഫിഷ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ. ഇന്ന് ഞാൻ ഫിഷ് കറി ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വലിയ മാന്തൽ വെച്ചിട്ടാണ്. ഇത് ഞാനിപ്പോൾ നന്നായി വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് മീൻ കറി ഉണ്ടാക്കാവുന്ന പാത്രം സ്റ്റൗ ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഉലുവയും കടുകും കരിയാതെ നോക്കണം. അതിനുള്ളിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് 6 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയുമാണ്. ഇതിനിടയിൽ കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ചെറുതായി വാടി വരുന്ന ടൈമിൽ നമുക്ക് 4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മീൻകറി വെക്കുന്നതിന് മുന്നേ ചെറിയ ചൂടുവെള്ളത്തിൽ 2 പീസ് കൊടുമ്പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനിടയിൽ ഞാനൊരു സവാളയുടെ ചെറിയൊരു പീസ് ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരുന്ന മാന്തൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി തിളച്ച് കുറുകി വരുന്ന ടൈം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ക്യാമറ പെട്ടെന്ന് ഓഫായത് കൊണ്ടാട്ടോ സവാള ആഡ് ചെയ്യുന്നത് കാണിക്കാഞ്ഞത്. എല്ലാവരും ചെറിയൊരു പീസ് സവാള ആഡ് ചെയ്യണം കേട്ടോ. എൻ്റെ ഫിഷ് കറി എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.